പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ തിരുവചനവുമായി നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നിറയപ്പെട്ട ഒരു രാത്രി നമ്മെ വിട്ട് കടന്നുപോയി. എന്നാൽ ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവകൃപാലുവായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് നൽകിയല്ലോ. ആമേൻ. എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായി മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുന്നു. 9-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു. ഏതാ വർത്തമാനം? നമുക്കറിയാം, മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഒത്തിരി നിരവധി അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ഭയങ്കര അത്ഭുതങ്ങളാണ്. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നതും, ആമേൻ, വളരെ വീര്യപ്രവർത്തികൾ കർത്താവ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ആമേൻ. മത്തായിയെ വിളിക്കുന്നത്, ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത്. 14-ാം വാക്യം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ ഉപവാസത്തിൻ്റെ കാര്യങ്ങളും, 20-ാമത്തെ വാക്യം മുതൽ കാണുന്നത് രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കുന്നത്. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ്, 23, 24, 25, 26 വാക്യത്തിൽ വരുമ്പോഴാണ് ഇവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത്. പിതാവായ ദൈവപുത്രനെ ഒരു വലിയ അതിശയകരമായ ശുശ്രൂഷ അവിടെ ചെയ്യിപ്പാൻ കർത്താവ് തയ്യാറാകുകയാണ്. 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. യായിറോസിൻ്റെ പുത്രിയെ ഉയർപ്പിക്കുന്നതാണ് 23-ാമത്തെ വാക്യം മുതൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ 23-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ യായിറോസിൻ്റെ മകൾ മരിച്ചു കിടക്കുകയാണ്. സ്തോത്രം. മരിച്ചു കിടക്കുന്ന മകളെ കണ്ട് കരയുന്ന ഒരു കൂട്ടം പേർ. സ്തോത്രം. അല്ലെ, ഒരു വിലാപ കുടുംബത്തിൽ കയറുമ്പോൾ ആമേൻ അവിടെ കരയുന്നവരുണ്ടാവും. ആ കുടുംബത്തിൽ ഇത് നല്ലതാ, ഇവൻ ഇത് ഭവിക്കണം, ആമേൻ എന്ന് പറയുന്ന നിരവധി പേര് ആ കുടുംബത്തിലുണ്ടാകും. സഹതാപം കൊണ്ട് ആമേൻ അവരെ താങ്ങുന്ന കുറേ പേരുണ്ടാകും. പിന്നെ ഇതല്ല സംഭവിക്കേണ്ടത്, ഇനിയും ഇതിനകത്ത് പലതും സംഭവിക്കും എന്ന് പറഞ്ഞു നിൽക്കുന്നവരും ഉണ്ട്. അങ്ങനെ പല നിലയിൽ ഈ മരണ വീട്ടിനകത്ത് നിൽക്കുന്ന, തിങ്ങിക്കൂടി നിൽക്കുന്ന, കാരണം അദ്ദേഹം ഒരു പ്രമാണിയാണ്. ആമേൻ. സ്തോത്രം. ഒത്തിരി സമ്പത്തുള്ള ഒരു മനുഷ്യനാണ്, ഒത്തിരി ബന്ധങ്ങളുള്ള ഒരു മനുഷ്യനാണ്. ആമേൻ. സ്തോത്രം. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം നിസ്സഹായനായി അവിടെ നിൽക്കുക. ആമേൻ. യേശു ഒരു വലിയ അത്ഭുതമെല്ലാം ചെയ്ത് ആമേൻ തിരിച്ച് വരുന്ന വഴിക്ക് യായിറോസിൻ്റെ വീട്ടിൻ്റെ മുൻപിൽ ജനമൊക്കെ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഭയങ്കരമായ ജനക്കൂട്ടം കണ്ട് യേശു അവിടെ ഒന്ന് നിന്നു. ഇന്ന് പകലിൽ ഹല്ലേലൂയ, നിന്റെ ഭവനത്തിനകത്ത് യേശു ഇന്ന് പകൽക്കാലം കടന്നു വരാൻ പോകുകയാണ്. സ്തോത്രം.
നിന്റെ തകർച്ച കാണാൻ നിന്റെ കണ്ണുനീര് കണ്ട് ആസ്വദിക്കുന്ന നിരവധി പേര് നിന്റെ കുടുംബത്തിന് 4 ചുറ്റും വളഞ്ഞു നിൽക്കുക. ആമേൻ, സ്തോത്രം. നിന്റെ കണ്ണീര് കണ്ട് രസിക്കുന്ന, ഹല്ലേലൂയ, നിന്റെ മകളുടെ വേർപാട് കണ്ട് രസിക്കുന്ന കുറച്ചു പേര് അവിടെ അങ്ങനെ തടിച്ച് കൂടി നിൽക്കുക. യേശു ഇതെല്ലാം കണ്ട്, ആമേൻ, സ്തോത്രം, അകത്ത് നിൽക്കുന്നവരെല്ലാവരെയും പുറത്തേക്ക് ഇറക്കിയിട്ട് യേശു അകത്തോട്ട് കയറി. അകത്ത് കയറിയിട്ട് 24 വാക്യം പറയുന്നു, ആമേൻ, സ്തോത്രം, ബാല എന്ത് ചെയ്തിട്ടില്ല? ആമേൻ, മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? പരിഹസിച്ചു. കാരണം മരിച്ചിട്ട് മണിക്കൂറുകളായി, കുഴിവെട്ടിക്കഴിഞ്ഞു, അതിൻ്റെതായ ക്രമീകരണങ്ങൾ, ആ ബോഡിയിലിടാനുള്ള ക്രമീകരണങ്ങൾ, തുണികൾ, റീത്തുകളൊക്കെ വച്ചു തുടങ്ങി. വ്യക്തികളൊക്കെ വന്ന് തടിച്ചുകൂടി നിൽക്കുക. ഇനി ചില മിനിറ്റ് കഴിഞ്ഞാൽ അരിക്കകത്തേക്ക് ഇറക്കി വയ്ക്കും. ശമനപരഗതുനി വൈകിടകരഗതന. ഈ പ്രഭാതത്തിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുന്നു. നിന്റെ മരണം കാണാൻ കൊതിച്ചു നിൽക്കുന്ന ദേശത്തിന്റെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ശരീരത്തിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവത്തിന്റെ കരം ഇറങ്ങി വരികയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരൊക്കെ ഏതൊക്കെ രാജ്യത്തിരുന്നാണോ ഈ സന്ദേശം കേൾക്കുന്നത്, ആ രാജ്യത്ത് നിന്ന് പകൽക്കാലം ഒരു വിടുതൽ സംഭവിക്കുന്നു. നിന്റെ ദേശത്ത് നിന്ന് പകൽക്കാലം മരണാധികാരിയായ ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ഒരു വലിയ ശുശ്രൂഷ വെളിപ്പെടുകയാണ്. എത്രയും ഒച്ചത്തിൽ ഈ ശബ്ദം വയ്ക്കുമോ അത്രയും ഒച്ചത്തിൽ നീ സൗണ്ട് കൂട്ടി ഈ മെസ്സേജ് വെച്ചോ. ഇന്ന് പകൽ ദേശത്ത് മാത്രം നിന്റെ കുടുംബത്തിനകത്ത് പതിയിരിക്കുന്ന മരണത്തിന്റെ നിഴലുകളെ ഇന്ന് പകൽക്കാലം പുറത്താക്കിയിട്ടൊരു വലിയ ദൈവപ്രവൃത്തി ആ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തുന്ന ദൈവം ഇന്ന് പകൽക്കാലം കയറി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഷുഡമാൻ റീഗൽ പ്രൗഢമരം തൊനീകര വൈടകരാജകൾ കനാദി ചൂടമരം ധന വൈടക്കടകം വൈടകരാജകൾ കനാദി. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ, മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തദാതനെ, മരണത്തിനാലെ നീക്കി ഭീതി തീർത്തനാഥനെ, സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ. ഹല്ലേലൂയ. നോക്കിക്കേ, ആ മരണാധികാരിയായ ഇരുളിന്റെ ശക്തി ആ പ്രമാണിയുടെ വീട്ടിനകത്തേക്ക് നിറഞ്ഞു നിൽക്കുകയാ. ചില മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ തൂക്കി ആ കുഴിക്കകത്തേക്ക് വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ശത്രുവിൻ്റെ പദ്ധതികളെ പൊളിക്കുന്ന ഒരു കർത്താവ്. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവനെ ഞാൻ പറയട്ടെ ഒരു കാര്യം, എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ ദൂത് ഇങ്ങനെ ആ ഒരു വാക്ക് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ദൂത് ഞാൻ പറയട്ടെ. ദൈവകുഞ്ഞെ, നിന്റെ ഭവനത്തിനകത്ത് തടിച്ചുകൂടി നിൽക്കുന്ന ജനം ഇതിൻ്റെ ഉയർപ്പ് കാണാനാണോ, ഇതിനെ കുഴിക്കകത്ത് വച്ച് പപ്സും ചായയും കുടിച്ച് മടങ്ങാനാണോ നിൽക്കുന്നത്? സ്തോത്രം. വന്നവരുടെ ലക്ഷ്യം ഇതിനെ കുഴിക്കകത്ത് ഇറക്കി വയ്ക്കണം, പപ്സും ചായയും കുടിച്ച് ഇവിടെ നിന്ന് മടങ്ങണം. പക്ഷേ ഇത് ഉയർത്തെഴുന്നേറ്റാൽ പപ്സുമില്ല, ചായയില്ല. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിന്റെ ഭവനത്തിനകത്ത് ഏതൊക്കെയോ ബേക്കറി കടകൾ നോക്കിയിരിക്കുക. ഒരു ഹല്ലേലൂയ 500-600 പപ്സ് നിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ ഹല്ലേലൂയ പലപ്പോഴും ശത്രു പല പദ്ധതികളും ഒരുക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെടുന്ന ദൈവപൈതലെ, മരണത്തെ മാറ്റുന്ന ഒരു അധികാരി കുടുംബത്തിലേക്ക് നടന്നു കയറുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ യേശു കാറിലല്ല വന്നത്. അയ്യോ, അതെന്താ പാസ് അങ്ങനെ പറയുന്നത്? ഹല്ലേലൂയ. നമ്മളൊക്കെ ഒരു ദൈവദാസനെ ഒരു മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ, കർത്താവദാസനെ ഒരു മീറ്റിംഗ് ഡേറ്റ് കൊടുത്തൊരു മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ പറയും, മീറ്റിങ്ങിനൊക്കെ ഡേറ്റ് തന്നിട്ട് 2 ദിവസം കിടക്കെ വിളിച്ച് പറയും, പാസ്റ്റേ പ്രൈസ് ദി ലോർഡ്, ഡേറ്റൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റന്നല്ലേ മീറ്റിംഗ്. അതെ, ഞങ്ങൾ കാറിലാണ് വരുന്നത് കേട്ടോ. സ്തോത്രം, സ്തോത്രം, നല്ലതാ.
അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നടന്നാ വന്നത്. ആമേൻ. നിങ്ങൾ തന്ന കാണിക്കുക ഓക്കെ, പക്ഷേ ഈ പ്രാവശ്യം കാറിലാണ് വരുന്നത്. ആമേൻ. സ്തോത്രം. എൻ്റെ ദൈവദാസനെ, എൻ്റെ ദൈവമക്കളെ, എൻ്റെ കർത്താവ് നടന്നാ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നടന്നാ വന്നത്. നിന്റെ വീട്ടിലെ നടന്ന് കയറി വരും. നടന്ന് കയറി വരുന്ന കർത്താവിന് നമുക്ക് മതി. സ്തോത്രം പറ. കാറുണ്ടെങ്കിൽ നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാറിലാണ് വരുന്നത്, അതുകൊണ്ട് മുമ്പത്തെ പോലെ ഒന്നും തന്നാൽ പറ്റത്തില്ല, കുറച്ചുകൂടെ കയറ്റി തരണം ഇന്ന് പകലിൽ. ദൈവ പൈതലേ, ആമേൻ. സ്തോത്രം. എൻ്റെ കർത്താവ് കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ കാൽനടയായി നിന്റെ ഭവനത്തിലേക്ക് കയറി നിൽക്കുക ഇന്ന് പകൽ. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്തേക്ക് യേശു നടന്ന് കയറിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽ പലതും സംഭവിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് പല ശത്രുവിൻ്റെ പരിഹാസങ്ങളും സംഭവിക്കുക. ആമേൻ. അതിനെ തോൽപ്പിച്ച് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഒരു അത്ഭുതം നടക്കുമോ? പരിഹസിക്കുകയാണ് അല്ലേ? ഹല്ലേലൂയ. അവരോ അവനെ പരിഹസിച്ചു, യേശുവിനെ പരിഹസിച്ചു. എൻ്റെ പൊന്ന് ദൈവദാസനെ, എൻ്റെ പൊന്ന് ദൈവമക്കളെ, യേശുവിനെ നിങ്ങൾ പരിഹസിക്കരുത്. യേശുവിനെ നിങ്ങൾ പരിഹസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഹല്ലേലൂയ ഒരിക്കലും നന്മ പ്രാപിക്കാൻ കഴിയില്ല. യേശുവിനെ പരിഹസിപ്പാൻ നിങ്ങൾ തയ്യാറാകരുത്. നോക്കിക്കേ, ആ പുരുഷാരം നോക്കി നിൽക്കേ. 25-ാം വാക്യം. അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്ന് ബാലയുടെ കൈക്ക് പിടിച്ച് ബാല എഴുന്നേറ്റു. ഇന്ന് പകൽ എല്ലാവന്മാരെ ചവിട്ടി പുറത്താക്കി. എല്ലാവരും വെളിയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക എന്താ സംഭവിക്കുന്നതെന്ന്. പുറത്താക്കിയവ പറഞ്ഞു, ഓ വലിയ വീര്യപ്രവൃത്തി ഉള്ളവൻ, ഓ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. കുറച്ചു പേർ നേരത്തെ വന്നു, അവരെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവ ഇപ്പം ചെയ്തു കളയും. എൻ്റെ പൊന്ന് ദൈവവേദലേ, കർത്താവിനെ വെല്ലുവിളിക്കരുത്. സ്തോത്രം. കർത്താവിനെ വെല്ലുവിളിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, യവനെന്താ ഇത്ര കൃപ, യവനെന്താ ഇത്ര കൃപ എന്ന് പറഞ്ഞ് ആരെങ്കിലും വെല്ലുവിളിക്കുന്നെങ്കിൽ ആ വെല്ലുവിളി ഇന്ന് നിർത്തിക്കോ. ഒരു അത്ഭുതം സംഭവിക്കാൻ പോയാം. പ്രൈസ് ദി ലോർഡ്. ബാലയുടെ കൈക്ക് പിടിച്ച് ബാല എഴുന്നേറ്റു. ഈ വർത്തമാനം ആ ദേശത്തൊക്കെ എന്ത് ചെയ്തു? പരന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശബനപരഗതുനി അതുരഗരഗദന ദൂരമനാരകൽക്കനാദി. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, മരണാധികാരിയായ പിശാചിനെ കർത്താവ് തോൽപ്പിച്ചു. സ്തോത്രം. ഇന്ന് പകൽ ഒരു ജയം ആ ദേശത്ത് പടർന്നു പിടിക്കുക. ആ ദേശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി വിളിച്ചു പറയുക. കർത്താവിൻ്റെ ആമേൻ പ്രവൃത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം വിടുതൽ ആവശ്യമാണോ? പ്രാർത്ഥിച്ചേ. ഏതിനാ വിടുതൽ ആവശ്യം? കുടുംബത്തിൻ്റെ വിടുതലാണോ? വ്യക്തിയുടെ വിടുതലാണോ? ആമേൻ നിങ്ങളുടെ തലമുറയുടെ വിടുതലാണോ ആഗ്രഹിക്കുന്നത്? ദേശത്തിൻ്റെ വിടുതലാണോ ആഗ്രഹിക്കുന്നത്? സഭയുടെ വിടുതലാണോ ആഗ്രഹിക്കുന്നത്? ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് പകൽക്കാലം സഭയ്ക്കകത്ത് വിടുതലിന് വിരോധമായി നിൽക്കുന്നവനെല്ലാം ദൈവം അടിച്ച് പുറത്താക്കും. കർത്താവ് അകത്ത് കയറി നിയോഗിക്കപ്പെട്ടവരെ മാത്രം ഇരുത്തും, ഇല്ലാത്തതിനെ പുറത്തു കളയും. സ്തോത്രം. ഇന്ന് പകൽ വിടുതൽ ദൈവപ്രവൃത്തി ഈ പകൽക്കാലം വിളിച്ചു പറയുന്ന ദൈവശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ജനത്തിന് നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കാൻ നന്ദി. പട്ടണത്തിൽ ദൈവശക്തി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. കർത്താവേ, പ്രൈസ് ദി ലോർഡ്. ദേശത്തിൻ്റെ മധ്യേ പരിഹാസങ്ങൾ മാറട്ടെ, നിന്ദകൾ മാറട്ടെ. കർത്താവേ, സ്തോത്രം. ദുർവർത്തമാനം മാറട്ടെ. പോരുകൾ അഴിയട്ടെ. മരണത്തിൻ്റെ ശക്തികളെ ദൈവം തോൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. അത്ഭുതം ചെയ്യും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.